നിങ്ങൾ ഒരു യൂട്യൂബർ ആണെങ്കിൽ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും ഇൻവെസ്റ്റ് ഇൻ എ ഗുഡ് മൈക്രോഫോൺ എന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് എക്സ്പെൻസീവ് മൈക്രോഫോണിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എക്സ്പെൻസീവായ ഒരു മൈക്രോഫോണിന്റെ ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ എക്സ്പെൻസീവായ ഒരു മൈക്രോഫോൺ പർച്ചേസ് ചെയ്തു എന്നതുകൊണ്ട് നമ്മുടെ ഓഡിയോ ബെറ്റർ ആകണമെന്നില്ല. ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ പർപ്പസ് എന്താണ് എന്നതാണ്. മാർക്കറ്റിൽ പല തരത്തിലുള്ള മൈക്രോഫോൺസ് എല്ലാം അവൈലബിൾ ആണ്. ലാവലിയർ മൈക്രോഫോൺ, ഷോർട്ട് ഗൺ മൈക്രോഫോൺ, അതുപോലെ വയർലെസ് മൈക്രോഫോൺ, ഇങ്ങനെ ഒരുപാട് ടൈപ്പിലുള്ള മൈക്രോഫോൺസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമ്മുടെ പർപ്പസിനനുസരിച്ചുള്ള മൈക്രോഫോൺ സെലക്ട് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ മൈക്രോഫോൺസിനെല്ലാം അതിൻ്റെതായ അഡ്വാൻറ്റേജസ് അതുപോലെ ഡിസഡ്വാൻറ്റേജസ് എല്ലാം ഉണ്ട്. ഉദാഹരണമായി നിങ്ങൾ ഒരു ക്യാമറയുടെ അടുത്ത് നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ഗൺ മൈക്രോഫോൺ എല്ലാം യൂസ് ചെയ്യാം. എന്നാൽ നിങ്ങൾ ഒരു കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ആയി അല്ലെങ്കിൽ കുറച്ച് സ്പേസ് എല്ലാം യൂസ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കേബിൾ ലെങ്ത് എല്ലാം ഉള്ള മൈക്രോഫോൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് വയർലെസ് മൈക്രോഫോൺ എല്ലാം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനാൽ തന്നെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മൈക്രോഫോൺ നമ്മുടെ പർപ്പസിന് പറ്റിയതാണോ എന്ന് ആദ്യം വിലയിരുത്തുക. ഇനി നിങ്ങൾ പല റിവ്യൂ എല്ലാം കണ്ട് ഒരു എക്സ്പെൻസീവായ മൈക്രോഫോൺ വാങ്ങുന്നു, എന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്നും നല്ല റിസൾട്ട് ഒന്നും ലഭിക്കുന്നില്ല. അവർ ചെയ്ത റിവ്യൂ ശരിയായിരിക്കാം, അവർക്ക് ആ മൈക്രോഫോണിൽ നിന്നും നല്ല റിസൾട്ട് എല്ലാം കിട്ടുന്നുണ്ടാകും, എന്നാൽ നമ്മുടെ സൗണ്ടുമായി ഈ ഒരു മൈക്രോഫോൺ സ്യൂട്ടബിൾ അല്ല. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെയ്ത ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നഷ്ടമാകും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എക്സ്പെൻസീവ് മൈക്രോഫോൺ എന്നതിലല്ല, നമുക്ക് സ്യൂട്ടബിൾ ആയ ഒരു മൈക്രോഫോൺ സെലക്ട് ചെയ്യുക എന്നതാണ് പ്രധാനം. പലരും പറഞ്ഞൊരു കാര്യമാണ് 20,000 25,000 രൂപയെല്ലാം ചിലവിട്ട് ഒരു മൈക്രോഫോൺ പർച്ചേസ് ചെയ്തു, എന്നാൽ അവർ നേരത്തെ യൂസ് ചെയ്തിരുന്ന ഇൻഎക്സ്പെൻസീവ് ആയ മൈക്രോഫോണിന്റെ അത്ര ക്ലാരിറ്റി പോലും ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ക്ലാരിറ്റി മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നത്. ഞാൻ ഒരു വീഡിയോയിൽ കേട്ട കാര്യമാണ്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉള്ള ഒരു ചാനലിൽ അവർ അവരുടെ വീഡിയോയിൽ എക്സ്റ്റേണൽ മൈക്രോഫോൺ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അവരുടെ ക്യാമറയുടെ ഇന്റേണൽ മൈക്രോഫോൺ ആണ് അവർ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. വളരെ ഷോക്കിംഗ് ആയ ഒരു സംഭവമാണിത്. കാരണം അവരുടെ വീഡിയോസ് നല്ല വോയിസ് ക്ലാരിറ്റി എല്ലാം ഉണ്ട്. ഇതിൽ നിന്നും നമുക്ക് അവരുടെ വോയിസിന്റെ ഡെപ്ത് എല്ലാം ഊഹിക്കാം. അപ്പോൾ അവരുടെ വോയിസ് അത് എക്സ്റ്റേണൽ മൈക്ക് ഒന്നും ഇല്ലാതെ തന്നെ നല്ല റിസൾട്ട് എല്ലാം ക്യാമറയുടെ മൈക്ക് യൂസ് ചെയ്ത് നൽകുന്നുണ്ട്. എന്നാൽ ഇത് കരുതി എല്ലാവരും ക്യാമറയുടെ ഇന്റേണൽ മൈക്രോഫോൺ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഗുണം ചെയ്യില്ല. അതുപോലെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ്, തുടക്കത്തിലുള്ള കുറെ ചാനലുകൾ അവരുടെ വോയിസ് എല്ലാം നല്ല ക്ലാരിറ്റി എല്ലാം ഉണ്ട്, എന്നാൽ അവർ യൂസ് ചെയ്യുന്ന മൈക്രോഫോൺ എന്ന് പറയുന്നത് 1000 രൂപയിൽ താഴെയുള്ള മൈക്രോഫോൺ എല്ലാമാണ്. ഇനി എൻ്റെ ഫ്രണ്ട് ഷെയർ ചെയ്ത ഒരു അനുഭവം പറയാം. അവർ 20,000 രൂപ മുടക്കി ഒരു എക്സ്റ്റേണൽ മൈക്രോഫോൺ പർച്ചേസ് ചെയ്തു. അവരുടെ ക്യാമറയിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു മൈക്രോഫോൺ പർച്ചേസ് ചെയ്തത്. എന്നാൽ ഈ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്ത് വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓഡിയോ അവർക്ക് നേരത്തെ യൂസ് ചെയ്തിരുന്ന ഇൻഎക്സ്പെൻസീവ് ആയ മൈക്രോഫോണിന്റെ അത്ര ക്ലാരിറ്റി പോലും കിട്ടുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇത്തരത്തിലുള്ള മൈക്രോഫോണിന് കുറെ സെറ്റിംഗ്സ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പലവിധ സെറ്റിംഗ്സിലെല്ലാം ഇട്ട് അവർ റെക്കോർഡ് ചെയ്ത് നോക്കി, എന്നിട്ടും അവർക്ക് കാര്യമായ റിസൾട്ട് ഒന്നും ലഭിക്കുന്നില്ല. എന്നാൽ അവർ അവരുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് ഇതേ മൈക്ക് യൂസ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല വോയിസ് ക്ലാരിറ്റി എല്ലാം അതിൽ വരുന്നുണ്ട്. എന്നാൽ അവരുടെ പർപ്പസ് ഇത് ക്യാമറയുടെ കൂടെ യൂസ് ചെയ്യുക എന്നതായിരുന്നു. അതിനാൽ തന്നെ ഇത്രയും എക്സ്പെൻസീവായ ഒരു മൈക്രോഫോൺ പർച്ചേസ് ചെയ്ത് അവർക്ക് നഷ്ടമാണ് ഉണ്ടായത്. മൈക്രോഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നത് തന്നെയാണ് വലിയ ഒരു പ്രശ്നം. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഒരു മൈക്രോഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് ആരെങ്കിലും മൈക്രോഫോൺ എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിൽ നിന്നും വരുന്ന റിസൾട്ട് നിങ്ങൾക്ക് തൃപ്തികരമാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ വില കൂടിയ മൈക്കിനേക്കാൾ നല്ല റിസൾട്ട് എല്ലാം നിങ്ങൾക്ക് കിട്ടുക വില കുറഞ്ഞ മൈക്കിൽ നിന്നെല്ലാം ആയിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്